നമസ്കാരം. പാറ്റകൾ നടത്തിയ സമരത്തെ പേടിച്ച് കണ്ണുമടച്ച് കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിലെത്തി എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും പാറ്റകൾക്ക് 8ന്റെ പണി കിട്ടി എന്നുള്ളതാണ് വാസ്തവം. പാറ്റകൾക്ക് മാത്രമല്ല, പ്രതിപക്ഷത്തിനും. സംഭവം എന്താണെന്ന് വെച്ചാൽ, പാറ്റകൾ ജന്തർ മന്ദിറിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭവും ബഹളവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടന്നപ്പോൾ BJP വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു മാസ്റ്റർ ഗെയിം കളിച്ചു. ആ കളിയിൽ അവർ ഭംഗിയായി വിജയിക്കുകയും ചെയ്തു. ഇത് സമ്മർദ്ദം കൊണ്ടുള്ള രാജിയൊന്നുമല്ല, BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വെറുമൊരു തിരക്കഥ മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമായി പറഞ്ഞുതരാം. കേന്ദ്ര സർക്കാരിന് പാർലമെൻറ്റിൽ ഡീലിമിറ്റേഷൻ ബിൽ അഥവാ മണ്ഡല പുനർനിർണയ ബിൽ പാസ്സാക്കേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. ലോക്സഭയിൽ അവർക്ക് 327 പേരുടെ പിന്തുണ മാത്രമാണ് ഉണ്ടായിരുന്നത്. പാറ്റകളും ഇടത് വലത് വാൽമാക്രികളുമൊക്കെ ജന്തർ മന്ദിറിൽ പ്രക്ഷോഭവും മുദ്രാവാക്യങ്ങളുമായി നടന്ന ആ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെയും രാജ്യത്തിൻ്റെയും ശ്രദ്ധ തിരിച്ചുവിടാൻ അവർക്കൊരു വിഷയം വേണമായിരുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമയം അത്രയും മൗനം പാലിച്ച് ഒന്നും മിണ്ടാതിരുന്നത്. പാറ്റകളെ അഴിഞ്ഞാടാൻ സമരം ചെയ്യാൻ വിട്ടു. മാധ്യമങ്ങളും പ്രതിപക്ഷവും രാജ്യത്തെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുമൊക്കെ അതിൻ്റെ പിന്നാലെ പോയി. ഈ പുകമറയ്ക്കുള്ളിൽ വെച്ച് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തത് എന്നറിയാമോ? തൃണമൂൽ കോൺഗ്രസിൻ്റെ 20 എംപിമാരെയും രാജ്യസഭയിലെ 3 എംപിമാരെയും ആം ആദ്മി പാർട്ടിയിലെ 7 പേരെയും കൂടെ കൂട്ടി. അങ്ങനെ ഭരണപക്ഷത്തിൻ്റെ സംഖ്യ 357 എംപിമാരായി ഉയർന്നു. ഒരു മാധ്യമവും ഇത് ചർച്ച ചെയ്തില്ല. ഒരു മാധ്യമവും ഇത് ശ്രദ്ധിച്ചില്ല. അഥവാ ശ്രദ്ധിച്ചെങ്കിൽ തന്നെ കണ്ടില്ല എന്ന് നടിച്ചു. ഇനി ഈ ബില്ലോ വനിതാ സംവരണ ബില്ലോ പാസ്സാക്കുന്നതിൽ നിന്ന് BJPയെ തടയാൻ ആർക്കും കഴിയില്ല. കാരണം അവരുടെ കയ്യിൽ വേണ്ടത്ര ഭൂരിപക്ഷമായി. മറുവശത്ത് സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു ആദ്യം തന്നെ. അയാൾ തന്നെ പറയുന്നത് താൻ മരിച്ചു പോകുമെന്ന് ഭയന്നെന്നും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തൻ്റെ ആവശ്യമേ ആയിരുന്നില്ല എന്നുമാണ്. ചുരുക്കത്തിൽ ചാണക്യന്മാരായ രാഷ്ട്രതന്ത്രജ്ഞന്മാർ, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള ചാണക്യന്മാർ പാറ്റകളെ ഒരു ടൂളാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം നേടിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാറ്റകൾ ഡൽഹിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. അവസാനം സമരം വിജയിച്ചു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുകയും ചെയ്തു. കാരണം പാറ്റകളുടെ ആവശ്യമായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന കാര്യം നടന്നു. പാറ്റകളുടെ പിതാവ് അഭിജിത്ത് ദിബ്കയ്ക്ക് ടൈഫോയിഡ് പിടിച്ചു. പാറ്റകളുടെ മറ്റാവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വാക്കാൽ ഉറപ്പു നൽകി. രേഖാമൂലമല്ല, വാക്കാൽ ഉറപ്പു നൽകി. വാക്കാൽ മാത്രം. സമരക്കാർക്കെതിരെ നടപടിയെടുക്കില്ല എന്നതായിരുന്നു ഒരു ഉറപ്പ്. അത് സമാധാനമായി സമരം ചെയ്തവർക്കെതിരെ. പക്ഷേ പൊതുമുതൽ തകർക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത രാജ്യദ്രോഹികളെ എങ്ങനെ വെറുതെ വിടാൻ പറ്റും? അങ്ങനെ വിട്ടാൽ അത് ഇതുപോലെയുള്ള രാജ്യദ്രോഹികൾക്കും ജിഹാദികൾക്കും ഒരു പ്രോത്സാഹനമാകില്ലേ? അപ്പോൾ അതുകൊണ്ട് പാറ്റകളെ വെച്ച് ഈ പരിപാടികൾ കൃത്യമായി ആ രാഷ്ട്രീയ ചാണക്യന്മാർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അവരുടെ കളം ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കളിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ചാണക്യന്മാരോടായിരുന്നു എന്നുള്ള കാര്യം മനഃപൂർവ്വം മറന്നു പോവുകയാണോ ചെയ്തത്, അതോ പാറ്റകൾക്ക് അറിയാൻ പാടില്ലാത്തതാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. ഇത്തരത്തിൽ ഇനി ആർക്കും തൊടാൻ പറ്റാത്ത തരത്തിലുള്ള ഭൂരിപക്ഷം നേടി ഇന്ത്യയെ ഇനി 40 വർഷത്തിൽ കൂടുതൽ വേണമെങ്കിലും BJP ഭരിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രത്തിനെ പുനർനിർമ്മിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ എംപിമാരുടെ എണ്ണം 850ഓളം ആകുന്നതോടെ കാര്യങ്ങൾ പൂർണ്ണമായും എളുപ്പമാകും. തങ്ങളുടെ സമരം വിജയിച്ചിരിക്കുന്നു എന്ന് പാറ്റകൾക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷേ ശരിക്കും വിജയിച്ചത് BJPയും മോദിയും അമിത്ഷായും അടങ്ങുന്ന BJP സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം.